സുഹൃത്തുക്കളെ, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം പോപ്പി പ്ലേ ടൈമാണ്. നമ്മളിപ്പോൾ എങ്ങാണ്ട് ഒരു 18 ദിവസമായി വീഡിയോ ഇട്ടിട്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ച വീഡിയോ ഇടാൻ മടിയായിരുന്നു. അപ്പം നമ്മൾ പോപ്പി പ്ലേ ടൈം കളിച്ചിട്ട് 1K വ്യൂസ് അങ്ങനെ കാര്യങ്ങൾ കിട്ടിയായിരുന്നു. അതിൻ്റെ നമ്മൾ ബാക്കി എപ്പിസോഡ് ഇടാത്ത കാര്യം വേറൊന്നും അല്ല, മടിയായിരുന്നു തന്നെ. ആൻഡ് ടുഡേ മറ്റേതല്ലെങ്കിൽ ഓഫാക്കി കളഞ്ഞ് അത് തന്നെ നമ്മൾ വീണ്ടും ഇതിന് കളിക്കുമ്പോൾ നമുക്കിതെല്ലാം അറിയാമെന്ന് നമ്മൾ ആ പോപ്പിൻ്റെ അവിടെ എന്തോ ഒരു മിഷൻ ചെയ്തെടുത്താണ് നിർത്തിയത്. ബാക്കി ഞാൻ വീഡിയോ അപ്ലോഡൊന്നും ചെയ്ത് മടിയാണ് കഴിച്ച്. നമ്മൾ ഈ ഇവിടുത്തെ ട്രെയിൻ കോഡ് ഗ്രീൻ പിങ്ക് യെല്ലോ റെഡ് ഇതൊക്കെ ഞാൻ കാണാണ്ട് പഠിച്ചതാണ്. എപ്പോഴും പറയാം ഗ്രീൻ പിങ്ക് യെല്ലോ റെഡ്, ഗ്രീൻ പിങ്ക് യെല്ലോ റെഡ്. ഇതൊക്കെ എന്ത് ഒരു മിനിറ്റ്. പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് ഈ സ്ഥലത്ത് പോയി ഈ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കഴിച്ച്. ഇതെന്ത് സംഭവം ഇതെന്താണെന്ന് ഓർത്തല്ലേ. നമുക്ക് ഗ്രാഫിക്സ് കൂട്ടി വെച്ച് കാണും വെച്ചതൊന്നും കാണാൻ രസമില്ല. നമുക്ക് ഇത് വലിയ ഗ്രാഫിക്സ് ഇട്ട് കളിക്കണമെങ്കിൽ ഒരു PC വേണം. പക്ഷെ നമുക്കിപ്പോൾ അതൊന്നുമില്ല. നമുക്കിതൊക്കെ ധാരാളമായി. നമുക്ക് ഇനിയിപ്പം പൈസ കിട്ടുമ്പോൾ വാങ്ങിക്കാം. നമ്മളെ ഇപ്പം ആ ടൈം കൂടെ വെറും പൊട്ടയാണ്. ആ പൈസ കാണുമ്പോൾ തരാം. പൈസയില്ല ഈ കൈ കിട്ടുന്നതാണ്. ഇത് കുറേ നേരം എടുക്കും. ഈ കൈയൊന്നും തരുന്നില്ലല്ലോ ഇവന്മാര്. ഒന്ന് താങ്ക് പറഞ്ഞു കോപ്പറേറ്റീവ് എന്നൊക്കെ കാണിക്കാൻ തുടങ്ങി. എന്നിട്ടും ഈ പഞ്ഞ സാധനം കിട്ടണല്ലോ. എന്ത് ഞാനിപ്പോൾ ലോഡ് ഗെയിം കൊടുത്താണ്. അപ്പം തന്നെ തുറക്കുന്നുമില്ല. തുറക്കട്ടെ അങ്ങോട്ട്. നിങ്ങളുടെ തുറന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ സാധനങ്ങൾ കിട്ടി ഓടിക്കളി. നമുക്ക് നേരെ മറ്റേ ഊഗിവാഗീൻ്റെ അടുത്ത് പോവാം. ഊഗിവാഗി അവിടെ ഉണ്ടാകും. പോപ്പി പ്ലേറ്റ് ഇതെന്താ കുത്തിയിരുന്നൊന്നുമില്ലല്ലോ. പോപ്പി പ്ലേറ്റ് ചാപ്റ്റർ 2 ഇടണം. ഇത് ഒറ്റ എപ്പിസോഡിൽ തന്നെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു എപ്പിസോഡിൽ തന്നെ ഉണ്ടാക്കിയില്ല. എന്ത് ചെയ്യാനോ. അതാ നമ്മൾ പോപ്പി പ്ലേ ടൈം കാണുന്നു ഗായ്സ്. എന്താണ് പോപ്പി, സുഖാണോ? അപ്പം നമുക്ക് ഈ സാധനം എടുത്തിട്ട് അടിപൊളി തോന്നിക്കുന്നു. എൻ്റെ കൊമ്മാലേ, നമുക്കിത് കഴിയാട്ടാ. നമുക്ക് ഇത് തുറന്നിട്ട് നേരെ ഇലക്ട്രിസിറ്റി എടുക്കണം. ഇതിപ്പം ഈ സൈഡ് എവിടെയോ കണ്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉള്ളത്. അതാ ഇതന്നെ. ഇങ്ങനെ ഇതെടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കണം. അങ്ങനെ വരട്ടെ. ഇത് ഫിറ്റാക്കിയിട്ട് ഈ ലൈറ്റ് കൊടുത്ത് കാണിക്കണം. ഇതെന്താ കഴിച്ചത് ആവാത്തെ ഗ്ലിച്ചാണ്. ഇതാണ് ഞാൻ ഇവിടെ എത്തുമ്പോൾ എപ്പോഴും പോകുന്നത്. നിൽക്കുക, ഞാൻ അപ്പുറത്തേക്കൊന്ന് നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ട് തോന്നി. ഇതൊന്നും തോന്നാ നമുക്കിത് തൽക്കാലം എന്നതായത് അങ്ങോട്ട് ഞാനേതാ മണ്ടൻ. ഇവിടെ കൈ വിടട്ടെ. എന്നിട്ട് മറ്റേതെന്തോ ഗ്ലിച്ചടിച്ച കാര്യമാണ്. നേരത്തെ സംഭവത്തിൽ ഗ്ലിച്ചതാണ്. അത് ഇപ്പോൾ ലോഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അവിടെ ഹൂഗി വാഗി കാണില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന നമുക്ക് പറ്റുന്ന ഇവിടുന്ന് കൂടെ മാറ്റിയത്. ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കേസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കളിച്ചിട്ടുള്ള 10-15 പ്രാവശ്യം കളിച്ചിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ അതാ എല്ലാം കൂടെ ഞാൻ പോപ്പുലേറ്റും ചാപ്റ്റർ 3ഉം 4ഉം കളിക്കാത്ത. ചാപ്റ്റർ 3 കളിക്കാൻ ഭയങ്കര ലാഗാണ് കേസ്. അത് കയറുമ്പോൾ എന്തോ ലാഗ് അടിക്കുന്നുണ്ട്. ആ റെയിൽ വെബ്സൈറ്റിൽ കയറ്റിയൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നും കാണിക്കാതെ സ്പീഡ് റൺ ചെയ്ത് പോകുന്നത്. ഇതെന്തോന്നാ അവിടെ എന്താ നമ്മൾ വന്ന സ്ഥലമല്ലേ? ഓക്കെ ഞാൻ വിചാരിച്ചു വന്ന സ്ഥലമല്ലെന്ന്. നമ്മൾ എവിടെ നിന്ന് വന്നോണ്ടിരുന്നു? നമുക്ക് ഈ സാധനം എടുക്കാം. എടുക്കടാ. ഇവിടുന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ 3 കണ്ടുപിടിക്കണമല്ലോ. അതേമേ ഇതിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നുമില്ല. ഈ സാധനം കണ്ടുപിടിക്കുക എനിക്ക് കുറേ കഷ്ടപ്പാടായിരുന്നു. അത് ടോയ് ഞാൻ വിചാരിച്ച റെഡ് കളർ. അവിടെ റെഡ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാൻ പച്ച കണ്ടത്? മഞ്ഞയായിരുന്നു. ഞാൻ പച്ചയല്ലോ കണ്ടത്. അതോ ഇരിക്കുന്നു പച്ച കണ്ടത് മഞ്ഞയായി, മഞ്ഞ കണ്ടത് പച്ചയായി. ഇവിടെ എവിടെയോ കണ്ടല്ലേ എന്നാ റെഡ് ഇരുന്ന്.
ഇവിടെയോ അല്ലേ? അവിടെയാണോ റെഡ് ഇരുന്നേ? നോക്കട്ടെ, ഇവിടുന്ന് നോക്കാം കഴിച്ചു. ഇവിടുന്ന് ആയിരുന്നു നമ്മളാ നേരത്തെ തിളങ്ങുന്നു കണ്ടേ. അതാ ആ സൈഡിലുണ്ട്. അതേത് സൈഡാണോ? ഓഹോ, ഈ സൈഡ്. എന്നിട്ട് നമ്മൾ നേരത്തെ പോയപ്പോൾ ഒന്നും കണ്ടില്ല. അതിപ്പോൾ തന്നെ പിക്കായി. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞാൻ പറയാൻ വേണ്ടി വരുന്ന പോപ്പി പ്ലേറ്റം ശരിക്കും ഇങ്ങനെയല്ലേ ചോദിക്കുന്നത്. പുതിയ വർഷം ഇങ്ങനെയല്ല, ഞാൻ പഴയ വർഷനാണ് ഇപ്പോൾ കയറ്റി വെച്ചേക്കട്ടെ. കുറേ സംഭവങ്ങളും ഇല്ലാത്തതുണ്ട്. കൊള്ളാം. നമുക്ക് ഇപ്പം അത് ഇങ്ങോട്ട് വരില്ല. അയ്യാ, എന്ത് കഷ്ടപ്പാടാണ് ഗെയിം, അല്ലെങ്കിൽ കഷ്ടമാണ്. നമുക്ക് ഈ ഹാൻഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ചാപ്റ്റർ 2 ഇടുന്നതാണ്. ചാപ്റ്റർ 3 എന്തായാലും എനിക്കിടാൻ പറ്റില്ല. നമുക്ക് ഈ സ്ഥലത്ത് നമ്മളെ ഫസ്റ്റ് ഹഗി വാഗിനെ കണ്ടില്ലേന്നോ, ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ ഈ റെഡ് ഹാൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. പറ്റണ്ടിയാണ്. ഇതങ്ങോട്ടാണോ? ഇതെന്താ കോപ്പ്? ഇങ്ങനെയല്ലേന്നല്ലോ നേരത്തെ. കൊള്ളാം മോനെ. തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് പോവാം. എനിക്ക് പറയാൻ വേണ്ടി എനിക്ക് ചാപ്റ്റർ 3 കളിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അത് റിയലായിട്ട് കയറ്റിയാൽ മാത്രമേ ലാഗൊക്കെ കുറയത്തുള്ളൂ. അല്ലെങ്കിൽ ലാഗ് കുറയില്ലെന്നാണ് പറയുന്നത്. എന്താ സംഭവം പറഞ്ഞോളെ. ഇപ്പോൾ തൽക്കാലം ഈ സ്ഥലത്ത് കൂടെ പോകാൻ. അത് ശരി, നമ്മൾ എല്ലാം കൂടെ വന്നേ. നമ്മൾ അപ്പുറത്തെ വഴി കൂടി വന്ന, വേറെ വഴി. എന്താ ഇല്ല കൂടെ ആയിരുന്നു പോകണ്ടേ. ഞാൻ അപ്പം അവിടെ പോയി നോക്കി. അവിടെ എന്താണ് സംഭവങ്ങൾ? ഹഗീന് കൊള്ളണം. എനിക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയത് ചാപ്റ്റർ 3ഉം 4ആണ്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നിപ്പോയി. ചാപ്റ്റർ 2 ഞാൻ കളിച്ചിട്ടുള്ള, അത് സിമ്പിളായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, കളിക്കാനൊക്കെ സിമ്പിളായിരുന്നു. നമുക്ക് ഇതിപ്പം എന്താ ചെയ്യണ്ടേ? ഇങ്ങോട്ട് വേണം. ഈ സൈഡിലേക്ക് പോയിട്ടാണ് നമ്മൾ അവിടുത്തെ ലൈറ്റ്. ഇവിടുത്തെ ഒരു ലൈറ്റുണ്ട്. ലൈറ്റല്ല, കറണ്ട് പാസ് ചെയ്യുന്ന സംഭവം. നമുക്ക് എന്നിട്ട് ഈ സൈഡിലേക്ക് കൂടെ പോകുമ്പോൾ ഓക്കെ കറക്റ്റ്. നമുക്ക് ഇതിൽ പിടിച്ച് വലിക്കാം. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ഹൂഗി വാഗിനെ കൊല്ലും. ഹൂഗി വാഗി ഷോ ആയിരുന്നു. ഷോ അങ്ങ് തീർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോട്ടെ. എവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് മറ്റേ സംഭവമാണ്. എനിക്കിപ്പോഴേ കാണാൻ പറ്റുകൊണ്ട് സൗണ്ട് വന്നേ. നേരത്തെ ഞാൻ പേടിച്ച് പോയിട്ട് പെട്ടെന്ന് ഇതിൻ്റെ ഒച്ച കേട്ടത്. പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്താണ്. വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. എന്താണ് എനിക്കൊന്നും വീട് കണ്ടിട്ടായിരിക്കും വോയിസ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതിനൊന്നും മൈക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്താൽ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിങ് നോയ്സും മറ്റേ കണ്ടി അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. പിന്നെ ഭയങ്കര ഇതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. നമുക്ക് നമുക്ക് ഇങ്ങോട്ട് പോകണം. ഇങ്ങോട്ട് പോയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട്, നമുക്ക് ഇത് വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം. ലൈറ്റ് കൂടെ വെക്കാം. ഞങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇത് ആർക്കും ട്രിക്കാണ്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മണ്ടേക്കൂടെ പോവാം. നമ്മൾ അത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മണ്ടേക്കൂടെ അങ്ങ് പോയി ഇവിടെ ലൈറ്റ് കൊടുത്ത്, ഇവിടെയും ലൈറ്റ് കൊടുത്ത് പോവാം. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാ ഗൈസ്, സോറി. ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അവിടെ പോയി വലിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. കറക്റ്റ് തന്നെ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് പവറപ്പ് ചെയ്യാം കുറച്ചും കൂടെ. ഓക്കെ, നമുക്ക് ചാടാം. ഇങ്ങോട്ട് ചാടാൻ പറ്റൂല്ലേ? കൊള്ളാം.
കുട്ടിയുടെ പവർ. ഇതെന്ത് സ്ലോ മോഷനായിട്ട് വന്ന. ഓക്കെ, പവറാണ്. ഇതെന്താ ഒന്നും ആവാത്ത. ഇത് കണ്ടു വോയിസ് ഓവർ പറയുമ്പോൾ നമ്മൾ പേടിക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അങ്ങനെയായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് കളിക്കാനകത്ത് പേടിച്ചു. പക്ഷെ അല്ലാതെ വോയിസ് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാമല്ലോ നടത്താൻ അറിയാമെന്ന്. അതുകൊണ്ട് നമുക്ക് വലിയ പേടിയായിട്ട് തോന്നുന്നില്ല. ബാക്കി ക്ലിപ്പ് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുറേ നേരം എടുത്തിട്ടാണ് ഈ പഞ്ഞ പാവ വരുന്നത്. എന്ത് ഹിന്ദിയാണെന്ന് അറിയില്ല. എത്ര നേരം എടുത്തെന്നറിയാമോ ഈ പാവ വരാൻ. നമുക്ക് ഈ സംഭവം കഴിഞ്ഞെടുക്കാം. ഓക്കെ, നമുക്ക് അവിടെ കൊണ്ട് ഇത് വെക്കാം. ഓക്കെ, സ്കാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സക്സസ്ഫുള്ളി ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഹുഗിവാഗി വരും, എനിക്കറിയാം ഗൈസ്. ഇനി കുറച്ച് നേരം കൂടി ഉള്ളു, കളി കഴിഞ്ഞു. എന്ത് എനിക്ക് ചാപ്റ്റർ 2 എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം അതിൽ ഞാൻ ചാടി 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 നീ അങ്ങോട്ട് പോകുന്നു. ഞാൻ പകുതി സ്ഥലം മറന്നു. എന്ത് കിണ്ടിയാണ്. ഓടിക്കോളി ചത്തോളി. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഇവിടെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ചില സ്ഥലത്ത് ഇതുപോലൊരു കൊണ്ട് എനിക്കറിയില്ല. ഞാനാണ് സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു വഴി കൊണ്ട് ഞാൻ വഴി തെറ്റിയെന്ന് വിചാരിച്ച് ഇവിടെ എത്തിയിട്ട് കുറച്ച് സ്ഥലമൊന്നും കണ്ടില്ല. അതിന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിഞ്ഞു പോയാൽ അയ്യോ ഇത് അങ്ങോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കി. എന്ത് പണ്ടാണെങ്കിൽ അവിടെ മറ്റേ ഭൂമി വഴിയുള്ള എന്നിട്ട് ചാടിപ്പോയിട്ട് അത് പയ്യെ പോയിക്കൊണ്ടിരിക്കുവാണ്. എന്ത് കിണ്ടിയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീണ്ടും പോയി എന്നെ പയ്യാണോ കണ്ടാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സ്ലൈഡിൽ കയറി അങ്ങോട്ട് പോയി. ഞാനാണ് നേരെ ചാടി അപ്പുറത്തേക്ക് പോകാൻ നോക്കി. പിന്നീട് ഞാൻ നോക്കിയത് അവിടെ മറ്റേ പെട്ടി ഉള്ള കാര്യം. ആ പെട്ടി പിടിച്ച് വലിച്ച് അങ്ങ് വലിച്ചപ്പോൾ ഈ ഹഗിവാഗി ഡെഡായി താഴേക്കങ്ങ് പോയി. ചത്ത പോലും ഇങ്ങനെ തട്ടി. ഇങ്ങനെ ആലോചിച്ച് നോക്കി ഇവിടെ നിന്നങ്ങാണ്ട് താഴെ പോകണം എന്തായിരിക്കും അവസ്ഥ. ഓർക്ക് അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. എനിക്കങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്ര ഇഷ്ടമില്ലേ. നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഗെയിം കാര്യങ്ങൾ എൻഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാവേനെ പുറത്താക്കിയത്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നേരത്തെ എന്തെങ്കിലും വന്നേക്കും അല്ലെങ്കിൽ അങ്ങനെ നോക്കില്ല. എൻ്റെ നമ്മുടെ എപ്പിക് ആയതുകൊണ്ട് എൻഡിങ് ഒന്നും കാണിക്കാൻ പറ്റില്ല. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടൊന്നും ആവുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയുള്ള വീഡിയോ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. You opened my case.